അതേപോലെ തന്നെ ഇവിടെ എന്താ പറയുക, പ്രാവ് മാത്രമല്ല കോഴിയുണ്ട് കേട്ടോ. കോഴി കൊത്താൻ വരും. കോഴിക്കുട്ടികളൊക്കെ ഉണ്ട്. 1 2 3 4 5 6 അങ്ങനെ കുട്ടികളൊക്കെ ഉണ്ട്. എന്തായാലും നല്ല അതിമനോഹരമായ സ്ഥലം. കാരണം ഈ ചൂട്ടത്ത് ഇത്രയും 40-42 ഡിഗ്രിയിൽ ആകെ ഒരു തണൽ കിട്ടിയത് ബയ്യയുടെ വീടും കടയ്ക്ക് തന്നെയായിരുന്നു. അപ്പോൾ ഇവിടെ ഞാൻ നല്ല സമാധാനമായിട്ട് കുറേ നിന്നു. എന്തായാലും ഈ ഗ്രാമത്തിലൂടെ വന്നപ്പോൾ എനിക്ക് കുറേ സന്തോഷം നൽകി. താങ്ക് യു ഭയ്യ. അപ്പോൾ നമ്മളിത് ഇവിടുന്ന് അങ്കോളയ്ക്ക് ഏകദേശം ഒരു 4 കിലോമീറ്ററോളം ദൂരമുണ്ട്. അപ്പോൾ നമ്മളിത് ഇവിടെയാണ് രാവിലെ ഒരു 10-11 മണി മുതൽ നമ്മൾ സ്റ്റേ ചെയ്ത്. സത്യം പറഞ്ഞാൽ ഇന്ന് ഞാൻ ആകെ പെട്ടുപോയി വിചാരിച്ചു. കാരണം ഇവിടുന്ന് ഇനി കുറച്ച് കൂടെ അങ്കോളയ്ക്ക് ഉണ്ട്. ഈ നട്ടപ്പുറ വെയിലത്ത് ഈ ഹൈവേ എന്ന് വെച്ച് കഴിഞ്ഞാൽ നാട്ടമ്പുറ ഹൈവേ ആണ്. ഇതിൽ വന്ന് ഈ കടയുടെ മുമ്പിൽ വന്നിരുന്ന് വെള്ളം കുടിച്ച് അവർ ബിസ്ക്കറ്റും കപ്പലും കഴിച്ച് താൽക്കാലികമായിട്ട് ആശ്വസിച്ചു. കാരണം ബെല്ലയ്ക്കുള്ള ഫുഡ് രാവിലെ തന്നെ കിട്ടിയായിരുന്നു. അപ്പോൾ പിന്നെ കാണുന്നത് പോലെ അവർ കുട്ടന്മാരാണ് പോണത് കാണുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ഇരുന്ന സമയത്ത് എനിക്ക് വയർ നിറച്ച് ചോറും ചിക്കൻ കറിയും ഭക്ഷണമൊക്കെ തന്നിട്ട് ഈ അങ്കിളും ആൻറ്റിയും കൂടിയിട്ട് നമുക്ക് ഫുഡും കാര്യങ്ങളൊക്കെ തന്നു. അപ്പോൾ അവർക്കൊക്കെ ക്യാമറ മുമ്പിൽ നാണെങ്കിലും ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ ഇവിടെ യാത്രയ്ക്കും പറഞ്ഞിട്ട് ഞാൻ യാത്ര തുടങ്ങാണ്. ഇനി ഏകദേശം ഇന്ന് ഇപ്പോൾ 4 മണി, ഒരു 8 മണിക്കുള്ളിലെങ്കിലും ഒരു 30 കിലോമീറ്റർ റൗണ്ട് ചെയ്തിട്ട് കാർവാർ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. കാർവാർ എന്ന് വെച്ചാൽ ഗോവ ബോർഡർ എത്താൻ വേണ്ടി പ്രതീക്ഷിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നും കൂടി എത്തിയില്ലെങ്കിൽ നാളെ എത്തുമ്പോൾ നമുക്ക് പതുക്കെ പോയാൽ മതി. എങ്കിൽ നമ്മൾ ശ്രമിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ബൈ. അപ്പോൾ താങ്ക് യു. അപ്പോൾ ടാങ്കെല്ലാം പറഞ്ഞ് ഇവിടുന്ന് യാത്ര തിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും അടുത്ത വീട്ടിൽ കാണാം. ബൈ ബൈ. അപ്പോൾ നമ്മൾ ഉച്ചക്കാലത്തെ ഭക്ഷണം കഴിഞ്ഞ് ഗോകർണയിൽ ഇങ്ങനെ വരുന്ന വഴിക്കാണ്. നമ്മളിത് എന്താണ് പേര്? അശ്വജിത്ത്. ഞാൻ അനിയനുണ്ട്. അനിയൻട്ടാ പേര് പറ. ഷാൻവിൻ. അപ്പോൾ അച്ഛനോടാ? അച്ഛനോട് ചായ കുടിക്കാൻ പോയിക്കാണ്. അപ്പോൾ എന്നെ കണ്ട് സംസാരിച്ച് ഇതാ വലിയ തണ്ണിമത്തനേക്ക് തന്നിട്ടാ. ഇത് എങ്ങനെ കൊണ്ടുപോകുന്നത് എനിക്കറിയില്ല. ഞാൻ ചെറുത് മതിയെന്ന് പറഞ്ഞു, ചെറുതില്ല എന്ന് പറഞ്ഞ. അപ്പോൾ എന്തായാലും നിങ്ങൾ നാട്ടിലേക്കാണോ? ഇത് അച്ഛൻ വന്നല്ലോ. അച്ഛാ പേര് പറ. പ്രജിത്താണ് പേര്. സ്ഥലം കണ്ണൂർ തന്നെയാണ്. അപ്പോൾ വരുന്ന വഴിക്ക് അച്ഛനും കണ്ട്, മക്കളെയും കണ്ട്, ഒരു ഫാമിലി മൊത്തം കണ്ട്. വളരെ സന്തോഷം. അപ്പോൾ തണ്ണിമത്തനേക്ക് തന്നു. സന്തോഷം. നേരെ നാട്ടിലേക്കാണോ? ഓക്കെ, അടിപൊളി. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഗോകർണം കയറി അവിടെ വഴിക്ക് പോയി പെട്ടുപോയതാ. പിന്നെ പട്ടികളുടെ ഒരു അറ്റാക്കൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് തരണം ചെയ്ത് കയറുന്നതൊക്കെ അറിയാം. ഇത് പെൺപെട്ടയോണ്ടേ കുറേ ആൾക്കാർ കൂട്ടം കൂടി. അപ്പം ഇനി ഇവിടെ നേരെ നെക്സ്റ്റ് ഗോവയ്ക്ക് പോയിക്കൊണ്ടിരിക്കാം. ഇത് ലോഡ് ഇവിടുന്നപ്പോൾ ഇവിടെ തന്നെ. അപ്പോൾ നേരെ നാട്ടിലേക്ക് നാട്ടിലെത്തും. അപ്പോൾ എക്സ്പ്രസ് ആണ്. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും കണ്ടതിൽ വലിയ സന്തോഷം. അപ്പോൾ ബൈ.